ഞാൻ പറയല്ലോ, ഒരു ബ്രാൻഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അവരിങ്ങനെ വളരുന്നത് കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു തരം കിക്ക് ഉണ്ടല്ലോ, ആ കിക്കിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല വേറൊരു കാര്യം. ടീം, അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യുന്ന പണിയിലാണ് അവിടെ. വെൽക്കം ബാക്ക് ടു അനദർ ഡേ 5 വ്ളോഗ്സ്. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് ഇന്ന് നമ്മുടെ ഫ്ലാറ്റിൽ അവസാനത്തെ ദിവസമാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോവാണ് കൊച്ചിയിലേക്ക്, കുറച്ച് കാലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്ലാൻ പ്രകാരം അത് കുറച്ച് കാര്യങ്ങൾ വേറെ തന്നെ ഉണ്ട്. ഇൻ ഫ്യൂച്ചറിൽ നമുക്കത് പറയാം. അപ്പോൾ സംഭവിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. ആൻഡ് വൺ ഓഫ് ദ തിങ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം ഞങ്ങൾക്ക് ക്ലോസ് ആയി. ആ ടീം പറഞ്ഞു ഏകദേശം 75ഓളം പ്രൊപ്പോസൽസ് അവർ എടുത്ത് 75ഓളം മീറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ നിന്നും ഫൈനലാക്കിയിട്ടുള്ള ഒരു ടീമാണ് DXito ബ്രാൻഡിങ്. സോ ദേ ആർ ട്രസ്റ്റിങ് അസ്. ആ ട്രസ്റ്റ് എന്നും കൊടുക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സർവീസസ് ആണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഒബ്വിയസ്ലി നമ്മളൊരിക്കലും പ്രോജക്റ്റിൻ്റെ കേസിൽ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കാശ് വാങ്ങിക്കഴിഞ്ഞാൽ, ഒരാളുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ട്രൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ കുറച്ച് അധികം ട്രൈ ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് മാക്സിമം നമ്മുടെ പേഴ്സണൽ എഫേർട്ടും നമ്മുടെ നെറ്റ്വർക്ക്സിൻ്റെ എഫേർട്സും നമ്മുടെ ടീമിൻ്റെ എഫേർട്സും ഒക്കെ നമ്മൾ അതിൽ ഇടാറുണ്ട്. സോ അങ്ങനെ നമുക്ക് ഇന്ന് കൊച്ചിയിലെ ഒരു വൺ ഓഫ് ദ പ്രീമിയം ക്ലയൻറ്റ് തന്നെ ഇന്ന് നമ്മളുടെ ബക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. എനിവേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ പ്രോജക്റ്റിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ പറയാം. ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയല്ലോ, ഒരു ബ്രാൻഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അവരിങ്ങനെ വളരുന്നത് കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു തരം കിക്ക് ഉണ്ടല്ലോ, ആ കിക്കിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല വേറൊരു കാര്യം. കാരണം എത്ര തന്നെ പൈസ വരുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ കിക്കുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്ത് ആ ബ്രാൻഡ് ഇങ്ങനെ വളരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കിക്ക് തന്നെയാണ് എപ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കോട്ടോട് കൂടി വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ സൈക്കോളജി ഓഫ് മണിയിൽ ഒരു ഫസ്റ്റ് നോ വൺസ് ക്രേസി എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വായിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. പീപ്പിൾ ഡു സം ക്രേസി തിങ്സ് വിത്ത് മണി, but no one is crazy. Here is the thing, people from different generations, raised by different parents who earn different income and held different values in different parts of the world, born into different economies, experiencing different job markets with different incentives and different degrees of luck, learn very different lessons. ഇത് ഞാൻ എപ്പോഴും ഞാനിപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ടുള്ള ഇൻസൈറ്റ്സ് കൊണ്ടല്ല കേട്ടോ, ഞാൻ എനിക്കറിയാവുന്ന പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ എന്നുള്ള പറയുന്ന വ്യക്തി എൻ്റയർലി ഡിഫറെൻ്റ് ആണ് മറ്റൊരാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കൊളാബറേഷൻ ഫ്രം ദ ബിഗിനിങ്, എൻ്റെ ഏജൻസി തുടങ്ങിയിട്ട് ഫ്രം ദ ബിഗിനിങ് തന്നെ കൊളാബറേഷനിലൂടെ ബിസിനസ് വർക്കൗട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്ക് അധികം ടീമൊന്നും ഞാൻ ബിൽഡ് ചെയ്യാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത് പോയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ DXito എനിക്ക് ആ ഒരു ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടാലൻസിനെ വെച്ചിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക. കാരണം എല്ലാ ഏജൻസികൾക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, USPs ഉണ്ട്, കോർ വാല്യൂസ് ഉണ്ട്. പക്ഷേ ഒരു സിമിലർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ മീൻസ് ഇപ്പം ഞങ്ങളിപ്പം പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് തന്നെ ചെയ്യുന്ന ഒരു ഏജൻസിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് ഒരിക്കലും കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അവർക്ക് വല്ല വാട്സപ്പ് മാർക്കറ്റിംഗ് സ്കിൽസോ അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗിൽ അവർ അടിപൊളിയാണെങ്കിൽ അങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാത്ത പക്ഷം നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊളാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാനോ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈക്കോളജി ഓഫ് മണിയിൽ ഈ ഒരു വേർഡിങ്സിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒക്കെ ഒരു ജനറേഷൻസിൽ നമ്മൾ ഏൺ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരാൾക്ക് ഭയങ്കര ക്രേസി എന്ന് തോന്നുന്നൊരു സാധനം ഉണ്ടാവും, അത് നമുക്ക് ചിലപ്പം ഭയങ്കര സെൻസ് ആയിരിക്കും, നമുക്കത് ഓക്കെ ആയിരിക്കും. നമുക്ക് ഭയങ്കര ക്രേസി എന്ന് തോന്നുന്ന സാധനം മറ്റുള്ളവർക്ക് അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട്
എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാ കാര്യത്തെയും നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ഞാൻ ഫിനാൻഷ്യൽ മാനേജ് ചെയ്യുന്നത് പോലെ ഒരിക്കലും മറ്റൊരാൾക്ക് അതുപോലെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് 1 സെക്കൻഡ്, ഡോറൊന്ന് ക്ലോസ് ചെയ്യാനുണ്ട്. നാളെ ഞാൻ എൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്നുള്ള നാളെ ഞാൻ നോക്കും. ഞാൻ 100 കിലോ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന് ശേഷം ഞാൻ ശരിക്കും വെയിറ്റ് നോക്കിയിട്ടില്ല. ലിറ്ററലി എനിക്ക് എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാനുള്ള സമയമുണ്ടോയെന്ന് വെച്ചാൽ സമയമുണ്ട്. പക്ഷെ ഇന്നു മുതൽ ഞാൻ അതിനായിട്ട് ഇനി എത്ര ലേറ്റ് ആയാലും ആ ടൈം ഞാൻ കണ്ടെത്തുന്നുള്ളതാണ്. ലെറ്റ്സ് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്താ പറയുക, ഡയറ്റിങ് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ സനൂപിനോട് ചോദിച്ചിങ്ങനെ ഞാൻ ഡയറ്റിങ് ഇനി ഡയറ്റിങ് ഒന്നും തുടങ്ങണ്ട, ഇപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഫോക്കസ് ചെയ്യും, ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. തടിയൊക്കെ തന്നെത്താലെ കുറച്ചൊരു ടെൻഷൻ അടിക്കണ്ട, പിന്നെ വാരി വലിച്ച് തിന്നാതിരുന്നാൽ മതി. കുറച്ചൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ആൻഡ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ അത് നിർത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സംഭവം. അതേപോലെ തന്നെ ഞാൻ സ്റ്റെപ്സ് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ 8000 സ്റ്റെപ്സിലാണ് നിർത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ അടുത്ത തവണ നടക്കുമ്പോഴും 8000 മിനിമം, അത് 8500 ആണെങ്കിലും അല്ലെങ്കിൽ 10500 ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആ 10500ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം ലക്ഷ്യം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഹാബിച്വൽ ബിൽഡിങ്, അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന ഹാബിച്വൽ ഫോർമേഷനിലേക്കുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ളൊരു കാര്യമാണ്. സോ എനിവേ ഇന്നത്തെ എൻ്റെ ഒരു ടോട്ടൽ ഓവറോൾ റുട്ടീൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. അതിന് ഓക്കെ. അപ്പോൾ ഒരു കോൾ വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ ഓഫീസിൽ പോയിട്ടില്ല, അതിൻ്റെ പകരം എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. കാറ് വാഷ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ ഹഡിലിൻ്റെ പ്രോഗ്രാമിന് പോവാണ്. 3 days ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് മീറ്റ് ചെയ്യാം. ആൻഡ് ഹഡിൽ പ്രോഗ്രാം ഒരു ഇവൻ്റാണ്, കോവളത്ത് ലീലയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. അത് കംപ്ലീറ്റ്ലി സ്റ്റാർട്ടപ്പ് ഇവൻ്റാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചു, അത് മിസ്സായി. അതിന് മുന്നത്തെ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചു, മിസ്സായി. എനിവേ ഈ പ്രാവശ്യം നമുക്ക് അതിന് ടൈം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ നാസിൻ്റെ ഇവൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടൈയുടെ ഇവൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഹഡലിൻ്റെ പ്രോഗ്രാം പിടിക്കാമെന്ന് വിചാരിച്ചു. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും പഠിക്കണമല്ലോ. അപ്പോൾ കോവളത്ത് വെച്ചിട്ടാണ്. സോ ഇന്ന് നൈറ്റ് അവിടേക്ക് ട്രാവൽ ചെയ്യണം. പോകുന്ന വഴിക്ക് എൻ്റെ പ്രിയപ്പെട്ട AK മുസ്തഫ് ഖാനെ കാണാനുണ്ട്. ഇക്കടെ ഉമ്മ കൊച്ചിയിൽ എന്താ പറയുക അഡ്മിറ്റാണ്. അപ്പം ഒരു സർജറി കഴിഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ അവിടെ പോകുന്ന വഴിക്കൊന്ന് മീറ്റ് ചെയ്യണം ആളുണ്ട്, അവിടെ നിന്ന് കയറണം. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് ആളുടെ അടുത്തൊന്ന് ഒരു 5 minute സംസാരിച്ച് കുറച്ചൊക്കെ ഒരു എനർജിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ ഒരു മെൻറ്റർ കൂടി ആട്ടോ ആള്, കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. ഇവിടെ സാധനങ്ങളൊക്കെ ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചു. ഇനി 1-ാം തീയതി ഇവിടുന്ന് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി കുറച്ച് കാലം കൊച്ചിയിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക. അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഒരു എംപയർ ബിൽഡ് ചെയ്യാം, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. ലെറ്റ്സ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്, ഫോക്കസ് ഓൺ യുവർ നീഷ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഒരു നീഷിൽ ഫോക്കസ് ചെയ്യുക, അത് തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും നമ്മൾ എത്തൂല. ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഇന്ന് സൽമാൻ, ബ്രാൻഡ് വിത്ത് സൽമാൻ എന്ന് പറഞ്ഞ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചതും DX2 ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിച്ചതൊക്കെ ഒരു സിംഗിൾ നീഷിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതും നമ്മുടെ ഒരു കോർ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്കാണ്. ദെൻ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്. കോസ്മെറ്റിക് ഓൾ ഇന്ത്യ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡാണ്. ലെറ്റ്സ് സീ, ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഭയങ്കര ലെഗസി ഒക്കെ ഉള്ളൊരു ബ്രാൻഡാണ്. 100+ years ഒക്കെ മാർക്കറ്റിൽ അവരുടെ ആ ഒരു പ്രോഡക്റ്റിനെ ക്യൂറേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് സ്റ്റോറിയൊക്കെ ഉള്ള ബ്രാൻഡാണ്. ഫർദർ എൻ്റെ ഈ വ്ലോഗിൽ ഇനി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ലെറ്റ്സ് സീ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓവറൊന്നും വലിച്ചു നീട്ടാനൊന്നുമില്ല. താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സപ്പോർട്ട്. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക,
ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക എന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു വെരി മച്ച്. സി യു അഗൈൻ. ബൈ.